കൃഷ്ണ വെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്കും കൂടിയാ, എടുത്തോ. കൃഷ്ണ, നീ എന്താണ് ചെയ്യുന്നത്? ആ കൊതിയനാ വെണ്ണ കട്ടെടുത്തത്, ഞാനല്ല. കൃഷ്ണന് കൊതിയില്ല, ഞാൻ അവന്റെ അടുത്തുനിന്ന് വെണ്ണ എടുത്തത് അമ്മയ്ക്ക് തരാനാ. കൃഷ്ണ, നീ ലോകത്തിലെ ഏറ്റവും ഓമനത്തമുള്ള കുട്ടിയാണ്. നമ്മുടെ അമ്മമാർ നമ്മെ നോക്കുന്നുണ്ട് കൃഷ്ണ. പാലും വെണ്ണയും മോഷ്ടിക്കാൻ നമുക്ക് സാധിക്കില്ല കൃഷ്ണ. എനിക്ക് സാധിക്കും. എങ്ങനെ? അതുപോലെ. നന്ദ മഹാരാജൻ, കുട്ടികളുടെ വികൃതി വന്ന് കാണൂ. കൃഷ്ണനെ അടിക്കാൻ പോവാണോ അച്ഛാ? എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരാളെ എനിക്കെങ്ങനെയാണ് ശിക്ഷിക്കാൻ കഴിയുക? നിങ്ങളുടെ മക്കൾ ഓമന കുട്ടികളാണ് നന്ദ മഹാരാജൻ. കരയുന്ന സമയത്ത് ബലരാമന്റെ മുഖം നല്ല രസമാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ അച്ഛനും അമ്മയും ചിരിക്കും. നമ്മൾ എന്ത് ചെയ്യും കൃഷ്ണ? വികൃതി കാട്ടണം. എന്ത് ചെയ്യണമെന്ന്? വികൃതി. അതെ, നമ്മൾ ഇനിയും കൂടുതൽ വികൃതി കളിക്കണം. നീ വികൃതിയും അതേസമയം സമർത്ഥനുമാണ് കൃഷ്ണ. വരൂ, നമുക്ക് കുറെ വികൃതി കാണിക്കാം. അച്ഛനും അമ്മയും ചിരിക്കും. നമുക്ക് കിടാങ്ങളെ കൊണ്ട് ഒരുപാട് പാല് കുടിപ്പിക്കാം, എന്നിട്ട് സാമർത്ഥ്യം തെളിയിക്കാം. ശരി, വാ. വേഗം വാ. ഇന്ന് നീ നേരത്തെ എത്തിയല്ലേ? അതെ. ഗോപികമാർക്കിനി പാല് കിട്ടില്ല. എന്താ നിങ്ങൾ ചെയ്യുന്നത്? പാല് കുടിപ്പിക്കുക. പശുവിനെ കറക്കുന്നതിന് മുൻപ് നീ എന്തിനാ? ഇതുപോലൊരു വികൃതി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യശോദേ, നന്ദ മഹാരാജ, നിങ്ങളുടെ ഓമന മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് വന്ന് നോക്കൂ. ഈ വൃന്ദാവനത്തിലെ സമർത്ഥരായ കുട്ടികളല്ലേ ഞങ്ങൾ? അവരുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച വെണ്ണ തിന്നാൽ ഇനി ഒരിക്കലും അവർ ചിരിക്കില്ല.
എന്തിനാ ഉയർത്തി കെട്ടിയതെന്ന് മനസ്സിലായോ? ഇനി പഴയതുപോലെ വെണ്ണ മോഷ്ടിക്കാനാവില്ല. ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്ക് മഴയല്ല വേണ്ടത്, വെണ്ണയാ വേണ്ടത്. ഈ കള്ളന്മാർ ഇപ്പൊ കാണിച്ചു തരാം. എന്തൊരു കഷ്ടമായി കുട്ടികളെ കൊണ്ട്. ഇന്നത്തോടെ ഇവരുടെ ഈ മോഷണം അവസാനിപ്പിക്കണം. വികൃതി കുറച്ച് കൂടുന്നുണ്ട്. നിങ്ങൾ ഈ വികൃതി കുട്ടികളെ ശിക്ഷിച്ചേ പറ്റൂ. ഇവര് ഞങ്ങളുടെ വെണ്ണ കക്കുന്നത് ഞങ്ങൾ പിടിച്ചു. ഇത് സത്യമാണോ? ഞങ്ങൾ പാല് മോഷ്ടിച്ചെന്ന് ശരിയാ, നല്ല സ്വാദുണ്ടായിരുന്നു. ഞങ്ങളെ അടിക്കുമോ? അതെ, തീർച്ചയായും. ശിക്ഷ എന്താണെന്നറിയാമോ? ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന് ഞാൻ നിന്നെ കെട്ടിപ്പുണരാൻ പോവുകയാണ്. നിന്നെയും ഞാൻ കെട്ടിപ്പുണരാൻ പോവുകയാണ് ബലരാമ. പക്ഷേ ഇവർ ഞങ്ങളുടെ വെണ്ണ കട്ടു. നമ്മൾ വെണ്ണയുണ്ടാക്കുന്നത് കുട്ടികൾ തിന്ന് ആസ്വദിക്കാനല്ലേ? ആ, അത് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇരുവരെയും ഞങ്ങൾ പുണർന്നുകൊണ്ടേയിരിക്കും. മണ്ണ് തിന്നാൽ അസുഖം വരും. വേണ്ട, തിന്നണ്ട. തുപ്പ്. വേണ്ട വേണ്ട വേണ്ട. നിന്നെ മണ്ണ് തിന്നാൻ വിട്ടാൽ അമ്മ എന്നെ അടയ്ക്കും. തെറ്റെന്റേതല്ല. നിന്റെ തെറ്റല്ലെന്നോ? കൃഷ്ണൻ അസുഖം വന്നാൽ ഞാൻ അവനോട് തിന്നണ്ടെന്ന് പറഞ്ഞു. എന്ത് തിന്നണ്ടെന്ന്? മണ്ണ്. ഇത് സത്യമാണോ? നീ മണ്ണ് തിന്നോ? നുണ പറയുക, വായ നോക്ക്. ഹാ. എന്റെ പൊന്നു മോനെ കൃഷ്ണ, നിന്റെ ജ്യേഷ്ഠൻ വിഷമിക്കുന്നത് നീ കണ്ടില്ലേ? നീ എന്തിനാണ് മണ്ണ് തിന്നുന്നത്? അവൻ മണ്ണ് തിന്നെന്ന് നിനക്ക് ഉറപ്പാണോ ബലരാമ? അതെ. അത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കൃഷ്ണ, നീ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ വായൊന്ന് തുറന്നു കാണിക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ആ? ഓ. ആ, ആ, ഞാൻ കണ്ടത് സ്വപ്നമാണോ? ഓ യശോദേ, ഇവൾ കൃഷ്ണന്റെ വായ്ക്കകത്ത് എന്തോ കണ്ടു അത്രേ. അവൻ മണ്ണ് തിന്നു. ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും അവിടെ കണ്ടു. സൂര്യനും ഗ്രഹങ്ങളും സമുദ്രങ്ങളും മലകളും എല്ലാം അവന്റെ വായ്ക്കകത്ത് കണ്ടു. എന്റെ മനസ്സിന് എന്തോ കുഴപ്പമുണ്ടോ? ഇല്ല, നിന്റെ മനസ്സിനൊരു കുഴപ്പമില്ല. നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ കൃഷ്ണനൊരു അപൂർവ ജന്മമാണെന്ന്? പക്ഷേ അവന്റെ വായ്ക്കകത്ത് നീ കണ്ടത് നാം എല്ലാവരും കാണുന്നതാണ്. കൃഷ്ണന് ചെയ്യാൻ പറ്റുന്ന പല അത്ഭുതങ്ങളിൽ ഒരെണ്ണം മാത്രമാണത്. ആ പഴവിൽപ്പനക്കാരിയെ നിനക്ക് ഓർമ്മയില്ലേ? ആ, മാമ്പഴം മാമ്പഴം മാമ്പഴം. വൃന്ദാവനത്തിലെ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമായ മാമ്പഴം. മാമ്പഴം. ഈ മാങ്ങയുടെ വാസന നന്നായിട്ടില്ലേ കൃഷ്ണ? ആ ഒരു കൂട മാങ്ങയ്ക്ക് പകരം ഈ ഒരു കൂട ധാന്യം തന്നാൽ മതിയാകുമോ? മതിയാകും നന്ദമഹാരാജ. നിങ്ങൾ എപ്പോഴും പോലെ ധർമ്മിഷ്ഠനാണ്. കൃഷ്ണന് മാമ്പഴം വേണം.
മിണ്ടാതിരിക്കൂ ഉണ്ണിക്കണ്ണ. ഈ മധുരമായ മാമ്പഴത്തിന് ഇത് ധാരാളം മതിയാകും. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമായിരിക്കാം. പക്ഷേ അത് വിഷ്ണു ഭഗവാനല്ലായിരുന്നു. നിനക്കത് മനസ്സിലായില്ലേ യശോദേ? അത് കൃഷ്ണന്റെ പ്രവൃത്തിയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത്രയും വലിയ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ വായിലടങ്ങുക? നിന്റെ വായ തുറന്നു കാണിക്കാനിയാ? കണ്ടില്ലേ, ഇതിനകത്തൊന്നുമില്ല, മണ്ണ. എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ മനസ്സിന് എന്തോ കുഴപ്പമുണ്ട്. ആ അല്ല, അത് നിന്റെ മകന്റെ ഒരത്ഭുത ശക്തിയാണ്. അതെ, ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വലിയ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് പോലും അവൻ ചെയ്തില്ലേ? ഒരു ദിവസം രാക്ഷസിയായ പൂതന നമ്മുടെ വീട്ടിൽ വന്നില്ലേ? നിന്റെ മകൻ സുന്ദരനാണ് യശോദേ. ഇവനും നിങ്ങളെപ്പോലൊരു മഹാനായിത്തീരും നന്ദമഹാരാജൻ. ദൈവങ്ങൾ അനുഗ്രഹിക്കുകയാണെങ്കിൽ. പക്ഷെ ഇപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം ദുഷ്ടനായ കംസ മഹാരാജാവാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അവന്റെ കുടില തന്ത്രങ്ങൾ നമ്മെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരൂ. മനുഷ്യ കുഞ്ഞുങ്ങളോട് നീ ഇതിനേക്കാൾ ക്രൂരമായി പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ആരാണെങ്കിലും ഞാൻ നിന്നെ കൊല്ലുന്നതിന് മുൻപ് എന്റെ മുന്നിലേക്ക് വാ. കംസ മഹാരാജാവേ, നിന്റെ സഹായം എനിക്ക് വേണം പൂതനെ. ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ കുഞ്ഞ് എന്നെ കൊല്ലുമെന്ന് എനിക്കൊരു പ്രവചനമുണ്ടായിരുന്നു. ആദ്യത്തെ 7 കുഞ്ഞുങ്ങളെയും ഞാൻ ഇല്ലാതാക്കി. എന്നാൽ 8ാമത്തേത് അവനെന്റെ മരണദൂതനാണ്. ഞാൻ ആജ്ഞാപിക്കുന്നു, 10 ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും നീ വധിക്കണം. അതിൽ ഒന്ന് എന്റെ മരണദൂതനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൂതനയെ കുറിച്ച് ശരിക്കറിയാത്ത ഒരാൾ മാത്രമേ ഈ പൈശാചിക കാര്യം ചെയ്യാൻ എന്നോട് പറയുകയുള്ളൂ. ഇതുപോലുള്ള ഒരു കാര്യം നിർവഹിക്കാൻ ഈ പൂതനയ്ക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ കുഞ്ഞ് എവിടെ പോയി? എന്റെ കുഞ്ഞ് എവിടെ പോയി? അയ്യോ, എന്റെ കുഞ്ഞ്. നന്ദനും യശോദയ്ക്കും ജനിച്ച കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ? കൃഷ്ണൻ സുന്ദരനാണല്ലേ? ഒരു ദേവൻ. അവനെ കണ്ടപ്പോ എന്റെ ഹൃദയം വല്ലാതെ തുടിച്ചുപോയി. ഇവര് പറയുന്നത് ശരിയാണ്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ഒരു ദേവനാണെന്നേ തോന്നും. എന്തൊരു ചൈതന്യമാണ് ആ മുഖത്ത്. കൃഷ്ണനു ദേവനു ഇവനെ ആയിരിക്കും ഞാൻ തേടി വന്നത്. ഇവര് പറയുന്നത് പോലെ അവൻ ശക്തനാണെങ്കിൽ അപകടകാരിയുമായിരിക്കും. ഞാൻ അതിന് തയ്യാറാവണം. അതെ, നിന്റെ വിഷമാണിപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുക. എന്റെ വിഷം പുരട്ടിയ പാല് കുടിക്കുമ്പോൾ കംസന്റെ മരണദൂതൻ എന്നേക്കുമായി ഇല്ലാതാവും.
ഇവർക്ക് പ്രിയപ്പെട്ടവനായ ആ കുഞ്ഞിനെ ആക്രമിക്കുന്ന ഒരു രാക്ഷസിയെ ഈ ഗ്രാമീണർ വെറുതെ വിടില്ല. പക്ഷേ സുന്ദരിയായ ഒരു യുവതിയെ ഇവർ ആക്രമിക്കുമോ? നിനക്ക് നോക്കി നടന്നൂടെ? എവിടെയാണ് കൃഷ്ണൻ എന്നു പേരുള്ള കുഞ്ഞിന്റെ വീട്? നന്ദി. അവളൊരു ഭാഗ്യദേവതയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. എന്തൊരു ഓമനത്വമാണ് കുട്ടിക്ക്. ശരിയാ, ഞാനൊന്ന് കാണട്ടെ. വൃന്ദാവനത്തിൽ ഇതുപോലൊരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടേയില്ല. അവനെ ഓമനിക്കാൻ തോന്നുന്നു. പ്രകാശമുഖത്തിന് നിങ്ങൾ ത്രിലോകങ്ങളുടെ ഭാഗ്യദേവതയാണോ? നിങ്ങൾ കൃഷ്ണനെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണോ? നീ ആരാണ്? നീ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്നത്? ഞാൻ ദൈവിക ശക്തിയുള്ളവളാണ്. എന്റെ ദൈവികമായ പാല് കുടിച്ചാൽ നിങ്ങളുടെ മകൻ കൃഷ്ണൻ അനശ്വരനാകും. ഈ പ്രപഞ്ചത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള കഴിവ് ഈ കുഞ്ഞിനുണ്ട്. ഞാൻ സൂക്ഷിക്കണം. എന്നെ ഇവൻ കൊല്ലുന്നതിന് മുൻപ് ഇവനെ ഞാൻ കൊല്ലണം. ഇത് പാർവതി ദേവി ആയിരിക്കുമോ? പ്രപഞ്ചത്തിലെ സുഖസൗകര്യങ്ങളുടെ ദേവി? ഇവൾക്ക് തീർച്ചയായും ദൈവിക ശക്തിയുണ്ട്. കൃഷ്ണനെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഇവൾ. അങ്ങനെ തന്നെ കൃഷ്ണ മുഴുവനും കുടിച്ചു. എന്നിട്ട് ഈ മരണദൂതൻ എന്നേക്കുമായി ഉറങ്ങും. നിർത്ത്. വേണ്ട, നീ എന്റെ ജീവൻ വലിച്ചെടുക്കുകയാണ്. എന്നെ വിട്. കൃഷ്ണ 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 കൃഷ്ണൻ എവിടെ? അത് അവിടെ. കൃഷ്ണ കൃഷ്ണ മനസ്സിലായോ യശോദേ? നിന്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ എപ്പോഴും ഈ വൃന്ദാവനത്തിലെ ഏറ്റവും അത്ഭുതവാനായ കുഞ്ഞായിരിക്കും. മോനെ കൃഷ്ണ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അത്ഭുത ശക്തിയുള്ള കുഞ്ഞാണ് നീയെന്ന് എന്തുകൊണ്ടാണ് നിന്റെ അമ്മയായ ഞാൻ ഓർക്കാതെ പോയത് കൃഷ്ണ?